എടാ എനിക്ക് വയ്യടേ, എനിക്ക് വയ്യ. ഇതിന് മറുപടി പറഞ്ഞ് എന്തോ ഒരു കഷ്ടമാണെന്നറിയാമോ. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു തലതെറിച്ച ജന്തു ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ സഹോദരനും ഒക്കെ കൂടി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഈ പുന്നാര മോളിനെ ഞാനൊന്ന് വിളിച്ചു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ചെയ്ത എൻ്റെ ഒരു തെറ്റാണ് കേട്ടോ. ഈ ഒരു തെറ്റിൻ്റെ ഫലമായിട്ട് ഇന്നും ഞാൻ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇവളെടുത്ത് പൊരുത്തം ചോദിച്ചെന്ന്. ആര്? ഞാൻ. അതായത് രായമ്മയായ ഞാൻ, അമുസ്ലിമായ ഞാൻ, മുസ്ലിം അല്ലാത്ത ഞാൻ ഇവളെടുത്ത് പൊരുത്തം ചോദിച്ചെന്ന്. എന്നെ അറിയാവുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ വക ഡ്രാമകൾക്ക്, അതായത് ഈ പൊരുത്ത കച്ചവടം, പൊരുത്ത ഡ്രാമ, ഈ വക ഡ്രാമകൾക്ക് ഞാൻ നിൽക്കുന്ന ഒരാളേ അല്ല എന്നുള്ളത് എന്നെ അറിയാവുന്ന സകല മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ എന്തോ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കരഞ്ഞെന്ന്. ഇവളടുത്ത് പൊരുത്തം ചോദിച്ച് ഞാൻ കരഞ്ഞെന്ന്. അലവലാതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലാതെ, എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും എൻ്റെ അമ്മയ്ക്കും വേണ്ടിയിട്ടല്ലാതെ എൻ്റെ കണ്ണീന്നൊരു തുള്ളി കണ്ണുനീര് താഴോട്ട് വീണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാടെ? ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കരയുന്ന ഒരാൾ പോലുമല്ല. എൻ്റെ ഭർത്താവിനെ ആലോചിച്ച്, എൻ്റെ മക്കളെ ആലോചിച്ച്, എൻ്റെ അമ്മയെ ആലോചിച്ച് എപ്പോഴെങ്കിലും എൻ്റെ കണ്ണീര് വന്നിട്ടുണ്ടാവും. അല്ലാതെ ഈ ഏതെങ്കിലും അലവിലാതി പടുവേഷി തെരുവ് വേഷികൾക്ക് വേണ്ടിയിട്ടൊന്നും ഒഴുക്കി കളയാനുള്ളതല്ല എൻ്റെ ശരീരത്തിലെ കണ്ണുനീരെന്ന് പറയുന്ന. എൻ്റെ ഏറ്റവും അമൂല്യമായ എൻ്റെ കണ്ണീര് ഈ പടുവേഷിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒഴുക്കി കളഞ്ഞെന്ന്. എടി, നീ എന്തിലെങ്കിലും ഒന്നും ഉറച്ചില്ലടി. നീ ആർക്ക് പൊരുത്തം കൊടുത്തെന്ന്? രായമ്മയ്ക്ക? എടി, മുസ്ലിം അല്ലാത്ത എനിക്ക് നിനക്ക് എന്ത് പൊരുത്തമാണ് വേണ്ടത്? ഞാൻ നിൻ്റെ അടുത്ത് പൊരുത്തം യാചിച്ച ആരടി നീ? നീ ആര്? നീ ആരെന്നാണ് നിൻ്റെ ധാരണ? നീ മറ്റേ എന്താ പ്രവാചകൻ്റെ മോള? അല്ല, പ്രവാചകൻ്റെ വംശ പരമ്പരെ? നീ ആരാണ്? പാടുവേഷ്യ സ്ത്രീയെ. സ്വന്തം പിതാവ് കിഡ്നി രോഗബാധിതനായി ഒരു പെരുന്നാളിൻ്റെ സമയത്ത് ആശുപത്രി കിടക്കുമ്പോൾ അത് കാണിച്ച് പൊതുജനങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ആ പണവും കൊണ്ട് ആലുവയിൽ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തേടിപ്പോയി. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഹോട്ടലിൽ റൂം എടുത്ത് ശരീരം പങ്കിട്ടിട്ട് വന്നിട്ട് അവൾ എൻ്റെ അടുത്ത് ഉണ്ടാക്കണം. പോയി ചാവടി ഞാടി മോളെ.